ജിൻസ് പിള്ളേരെ പോലും ഇങ്ങനെ എടുത്ത് ആരോട് അളത്തിട്ടില്ല. കണ്ടോ എന്ത് സ്നേഹമോ. ജിൻസ് കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റിയതാണ്ട് ഇപ്പോൾ ഷാർക്ക് കൊണ്ടുപോയി. പുള്ളും ജീവനുണ്ട്. ഹായ് മച്ചന്മാരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ലക്ഷ്യം വെച്ച് പോകുന്ന ഈ പാറയുടെ അടുത്തോട്ടാണ്. ഇതാണ് ഗാനറ്റ് ഐലൻഡ്. ഇവിടെ ഗാനറ്റ് പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. ഇവിടെ നമ്മൾ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കിങ്ഫിഷ് ഉണ്ട്. കിങ്ഫിഷ് ട്രിപ്പ് അടിക്കുമ്പം നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മളിതിൻ്റെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ ഗാനറ്റ് പക്ഷികളായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ. പക്ഷേ ഈ വട്ടം വളരെ കുറവാണ്. നമ്മൾ അതിരാവിലെ തന്നെ സ്പോട്ടിലെത്തി. നല്ല അടിപൊളി ക്ലൈമറ്റ്. ജിൻസ് ചെന്ന പാടെ കൈ കിട്ടിയ സാധനമൊക്കെ എടുത്ത് നേരെ ബോട്ടിനടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഫേവറേറ്റ് സ്പോട്ട് പിടിക്കാനുള്ള ഒരു പോക്കാണിത്. നമ്മളിവിടെ എപ്പം വന്നാലും ഇതുപോലെയാണ്, നല്ല റഷാണ്. ഇന്ന് 3 ബോട്ടാണ് റെഡിയായിട്ട് നിൽക്കുന്നത്. നമ്മുടെയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ജിൻസാണ് ആദ്യം തന്നെ ബോട്ടേ കയറിയിട്ടുള്ളത്. നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ നല്ല അടിപൊളി സീനിക് വ്യൂസാണ്. ബോട്ട് എടുക്കുന്ന സമയത്ത് ചെറിയ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി ക്ലൈമറ്റ്. വാർഫിൽ നമുക്ക് ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മൾ നമ്മുടെ സ്പോട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിൻസ് റെഡി ആയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ജിഗ. ഫസ്റ്റില് ഒരെണ്ണം ബ്ലൂ ഷെയ്ഡ് ഉള്ളത്, രണ്ടാമത്തേത് ഓറഞ്ച് ഷെയ്ഡ്. നോക്കട്ടെ ഇന്ന് ഏതിൽ അടിക്കുന്നതെന്ന്. കഴിഞ്ഞ വട്ടം ഓറഞ്ചിന് നല്ല റിസൾട്ടായിരുന്നു. കംപ്ലീറ്റ് ഷാർക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കാര്യമായിട്ട് വലിച്ച് കയറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വട്ടം ടെക്നിക്ക് മാറ്റി പിടിക്കാനുള്ള പരിപാടിയാണ്. മലപ്പുറം കത്തി ഗണ്ണ് എല്ലാം കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി. പവനായി ശ്യാമല്ലോ. ജിൻസ്, ഗ്ലൗസ്, കുന്തം, കുടച്ചക്രം, ബോംബെ എല്ലാം കൊണ്ടായിരുന്നു കിങ്ഫിഷറെ പിടിക്കാൻ വന്നേക്കുന്നത്. ഒന്നും കൊണ്ട് കവലപ്പെടേണ്ട ജിൻസേ. പിന്നെ കിങ്ഫിഷറെ വലിച്ച് തോപ്പും വലിച്ചു കയറ്റുമായിരിക്കും. ഈ വൃത്തിയായിട്ട് ഷാർക്കിനെ കൊണ്ട് ഒരു രക്ഷയില്ല. വിമാനം പോയി ഒന്നിനും പിടിക്കത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പിടിക്കുന്നവരെ വിമാനം ഒന്ന് അടിക്കുകയും ചെയ്യും. ഒരെണ്ണം പോലും. ഭയങ്കര തല പത്ത് കൊടുക്കാൻ. ജിൻസ് റോഡൊക്കെ എടുത്ത് റെഡിയായി. ബോട്ട് നിർത്താൻ വേണ്ടിയുള്ള താമസം മാത്രമേ ഇനിയുള്ളൂ. നമുക്കപ്പം തന്നെ അടി തുടങ്ങി. നമുക്ക് 2 പേർക്കും സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കിങ്ഫിഷ് പിടിക്കാൻ പോകും. ഇതുപോലെ അടുത്തിരുന്ന് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഒന്ന് ഹുക്കായി കഴിഞ്ഞാൽ ഇത് വലിച്ചുകൊണ്ട് ഒരൊറ്റ പോക്കാണ്. ആ കൂട്ടത്തിൽ അടുത്തിരിക്കുന്ന എല്ലാവരുടെയും ലൈനെ കൊണ്ട് കുരുക്കും. ഇപ്പോൾ 2 പേർക്കും അടിച്ചു കഴിഞ്ഞാൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് പെട്ടെന്ന് തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലിച്ചു കയറ്റാൻ പറ്റും. ഇവിടെ ഷാർക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ വലിച്ചു കയറ്റണം. ഇല്ലെങ്കിൽ ഷാർക്ക് വന്ന് കൊണ്ടുപോകും. നിങ്ങളെ കൊതി പ്ലീസ്. പക്ഷെ തുടക്കമേ റാറ്റ. അടുത്ത റാറ്റ ഒരു 15 എണ്ണമായിട്ട് അയക്കണം. ഇപ്പോൾ ഒരു 15 എണ്ണമായിട്ട് അയക്കാണോ? താങ്ക് യു. തൂക്കണം നോക്കിയേക്കാം. ഇല്ലയോ? കുഞ്ഞ് പോയി പപ്പായെ പറഞ്ഞു വിട്ടിട്ട് വാ കേട്ടോ. പപ്പായ തിരക്കുന്നെന്ന് പറ. പിന്നെ 2 എണ്ണത്തിനെ കെട്ടി. 2ഉം റാറ്റ് സൈസാണ്. കാര്യം ചെയ്താൽ അതേതായാലും ചെറുതാ. അത് കേട്ടെ. താങ്ക് യു. ആണോ അത്? ഇത് ചുമോളാണോ? എടോ ഇതൊന്ന് മുറിക്കാടോ. അല്ല പിടുത്തമുണ്ടോ? എളുപ്പം പിടിച്ച് കയറ്റാല്ലേ. ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നേ.
അല്ല ഷാർക്ക് വന്നേ. പക്ഷെ തൻ്റെ പോയല്ലേ, പക്ഷെ ചെറുതായിരുന്നു തോന്നുള്ളൂ. പുള്ളി എല്ലാം കൊണ്ട് അളക്കുന്നുണ്ടേ. അത് കാറ്റ അടിക്കുന്നുണ്ടോ അപ്പച്ചമ്മ കൊച്ചനൊക്കെ കൊച്ചന് നല്ല സാധനം തോന്നുന്നു കേട്ടോ. കൊച്ചനടിച്ചേക്ക് നല്ല സാധനം. ആ ഇതിനടുത്ത് എങ്ങനെയുണ്ട്? ആണോ? പിടിക്കണം. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കേട്ടോ. താങ്ക് യു. ദിസ് വൺ ഈസ് ഗുഡ്. We get roll for catching kingfish first. We're neighbors. Yeah. I would fuck on the top first. Last day. ഇത് വിട്ടോ, ഇത് വിട്ടോ. Yeah, we will take this one. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എൻ്റെ വാല കടിച്ചിട്ടുണ്ടോ ഷാർക്ക് കയറി അറ്റാക്ക് ചെയ്ത്. ഇവിടെ പോയിടും, അതും പോയി. ജിൻസുള്ള റാറ്റിനെ എല്ലാം പിടിച്ച് വലിച്ച് കയറ്റുക. കണ്ടേ, റാറ്റ് മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. എടോ ഓ റാറ്റുണ്ടോ റാറ്റ. എടോ കൊണ്ടുവരാ. ആ വന്നോ ഇവിടെ എത്തി. ഓ ആ അതും ഇടോ. ജിൻസ് പിള്ളേരെ പോലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല, മാറോട് അളച്ചിട്ടില്ല. കണ്ടോ എന്ത് സ്നേഹമോ. പെണ്ണുമ്പിള്ള കേൾക്കണ്ട. ഞാൻ അവർ ട്രൈ ആക്കി മന്ത്സ്. ഓ താണ്ടോ എനിക്ക് വയ്യ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. Take it later because I'll win this small. Number 3. Nice. ചെറുതാ. Thank you. കിട്ടുന്നത് മുക്കാലും റാറ്റ. ഈ അമ്മച്ചയൊക്കെ പിടിക്കുന്ന പിടിയുണ്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് ആരും ഒരു ആക്ടിവിറ്റിക്കും ഔട്ട്ഡോർ ആക്ടിവിറ്റിക്കും പോകത്തില്ല. അത് ഷാക്കോ ഉണ്ടോ. ഈ പ്രായത്തിലുള്ള അമ്മച്ചിമാർ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രായമുള്ള ആരും ഈ പണിക്കിറങ്ങും. ഇതാണ് ഇവരുടെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റിക്കും വരത്തില്ല ആരും. ഓ വേറെ തന്നെ കണ്ണി കൂടെ അല്ലേ ഇറങ്ങുന്നുള്ളൂ. അത് ഷാർക്ക്. ആ വള്ളി പൊട്ടിപ്പോയി. ഷാർക്കാ. ആ കിങ് ഫിഷിനെ പിടിച്ചില്ലെന്നുള്ള പരാതി ഇഷ്ടം പോലെ. എടോ എന്തിനെനിക്ക് ഇങ്ങനെ ചലഞ്ച് ചെയ്തത് എനിക്കിഷ്ടമല്ല. ഇനി എന്താ ഇത് ഒഴിങ്ങണ്ട. എനിക്ക് തൻ്റെ ഇത് എന്നെ വന്ന് നോക്കണം. പിന്നെ ഈ സാധനം എല്ലാം കൂടെ നടക്കുമോ? അല്ല ഈ റോഡും അതും ഇതെല്ലാം കൂടെ തന്നെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കൂട്ടത്തിൽ വന്ന് അമ്മച്ചിക്ക് നല്ലൊരു സ്ട്രൈക്ക് കിട്ടി. അത് വലിച്ചോണ്ട് നടക്കും അമ്മച്ചി. അവരോട്ട് വിടുന്നതല്ല, ഷാർക്കാണെന്ന് തോന്നുന്നത്. എല്ലാവരും ആകാംക്ഷയോട് നോക്കിയായിരിക്കും എന്തോ ആ സാധനം എന്നുള്ളത്. ഇത് വേളി വന്നാലേ അറിയത്തുള്ളൂ എന്തോ സ്രാവാന്നോ അത് വേറെ വല്ല വലിയ മീനാന്നോ. പിന്നെ പൊട്ടിച്ചോണ്ട് പോയി. അമ്മച്ചിയുടെ മുഖത്ത് വിഷമം കണ്ട. അമ്മച്ചി സമ്മതിക്കണം. എത്ര നേരം അതും പിടിച്ചോണ്ടിരിക്കുന്നു. ഞാനൊക്കെയാണെങ്കിൽ ഉറച്ച് കഴിയുമ്പോൾ തന്നെ ക്ഷീണിച്ചേനെ. 2 വട്ടം ജിഗ് ചെയ്തപ്പം തന്നെ പരിപ്പളായി. അങ്ങനെ അത് പൊട്ടിച്ചോണ്ട് സ്ഥലം വിട്ടു. അതിനുശേഷം നമുക്ക് കിട്ടിയതെല്ലാം ഷാർക്ക് കൊണ്ടുപോവാണ്. ഒരു 3-4 എണ്ണത്തിന് ഷാർക്ക് കൊണ്ടുപോയി. കഷ്ടപ്പെട്ട് വലിച്ച് കയറ്റിട്ട്
Here it is. അതാണോ പിന്നെ കിട്ടിയതൊക്കെ ചെറുതാണ്, അണ്ടർ സൈസ്. അതിനെയൊക്കെ നമ്മൾ തിരിച്ചു വിട്ടു. കുഞ്ഞു ഷാർക്കിൻ്റെ വയലൊന്നും പെടാതെ പോയി രക്ഷപ്പെട്ടിട്ട് വരണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. നേരെ സ്നാപ്പർ പിടിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ നല്ലൊരു ചെറിയ സ്ട്രൈക്ക് കിട്ടി. പുള്ളിക്കാരൻ ആകാംക്ഷയോട് നോക്കിയിരിക്കും എന്തോ സാധനം എന്നുള്ളത്. വെളിയിൽ നിന്നപ്പോൾ ഒരു ചെറിയ ഷാർക്കാണ്. That's a fish and chip. That's a real lemon fish, eh? No spikes and no teeth. ഓ ശരി. Lemon fish. When we went to the Is that also called a spotty dog? Nah, nah, not the spiny dog. spinies you throw back. Oh, it's a spiny dog, not Yeah. spotty dog. Yeah, spiny. They look very similar except for the spine. So do you have to ഇന്ന് നമുക്ക് വെറൈറ്റി മീനുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗർനാഡാണ്. ഗർനാഡ് ഈ തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത്. ജിൻസ് അങ്ങ് അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. നല്ല എമൗണ്ട് സാധനത്തിനാണ് ജിൻസും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒട്ടും ടൈം വേസ്റ്റ് ആക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം നിർത്തി നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ബോട്ടൊക്കെ കഴുകുന്ന ഒരു തിരക്കിലാണ്. ജിൻസും കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് കരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വാർഫ്. ഇവിടെ എത്തിയപ്പോഴും ജിൻസ് സേവന തൽപരനായ ഏതാണ്ട് കയറൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുക, ബോട്ട് പിടിച്ച് കെട്ടാനൊക്കെ ഉണ്ട്. ഈ കണക്കിന് പോവുകയാണെങ്കിൽ പുള്ളിക്കാരൻ വിൽക്കാറും ജിൻസിനെ വീട്ടിലോട്ട് വിടുന്ന ലക്ഷണമൊന്നുമില്ല. ഇവിടെ തന്നെ പണിക്കാരനായിട്ട് വിൽക്കാറ് ഇവിടെ വെക്കാനാണ് സാധ്യത. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.